ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐഷ ഷംസ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുറുമയാണ് കേട്ടോ. ഒരു സ്റ്റൂ ആണ്. സ്റ്റൂ നല്ല ടേസ്റ്റാണ് ഈ സ്റ്റൂവിനുണ്ട്. തേങ്ങാപ്പാലൊന്നും വേണ്ട, തേങ്ങ മാത്രം അരച്ചാൽ മതി. ഇതിൻ്റെ ഒരു ബാക്കിലൊരു ഹൈലൈറ്റ് ഉണ്ട്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യരുടെ ഇഷ്ടപ്പെട്ട റെസിപ്പിയിൽപ്പെട്ട ഒന്നാണ് ഇത്. അവരിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്, അവരുടെ ഇഷ്ടപ്പെട്ടൊരു കറിയുമാണത്. ഇങ്ങനെ അതിലേക്ക് ഒരു ഭൂരി അങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞു. ഇത് ആദ്യം തന്നെ ചട്ടി അടുപ്പിൽ വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് 2 കരാമ്പൂ, 2 ഏലക്കായ, ചെറിയൊരു കഷ്ണം പട്ട ഇവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം സവോള ഇടുക. എന്നിട്ട് സവോള ഇട്ട് നല്ലോണം ഇതായതിന് ശേഷം നമ്മൾ അരയ്ക്കാനുള്ളത് മാറ്റി വെക്കണം. കുറച്ച് തേങ്ങ, അണ്ടിപ്പരിപ്പ്, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഇത് വാടുമ്പോഴത്തേക്ക് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് നമുക്ക് എരിവിനുള്ള പച്ചമുളക് ഇട്ട്, അധികം എരിവ് വേണ്ട കേട്ടോ. എരിവിനുള്ള പച്ചമുളക്, 2 ചെറിയുള്ളി, 4 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊന്നും പിടിക്കരുത്. സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ. ഞാൻ ഫ്രോസണിൻ്റെ ഗ്രീൻ ബീൻസ് എടുത്തിരിക്കണം. മറ്റേ ഗ്രീൻ ബീൻസ് കഴിഞ്ഞത് കൊണ്ട് ഫ്രോസൺ ഗ്രീൻ ബീൻസ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് വാടിയതിന് ശേഷം ഈ ഗ്രീൻ ബീൻസും ഒരു ക്യാരറ്റൂടെ, ഇനി നിങ്ങൾക്ക് പൊട്ടറ്റോ ഇടണമെങ്കിൽ പൊട്ടറ്റോ ഇടാം. ഞാൻ ഇന്ന് പൊട്ടറ്റോ ഇട്ടിട്ടില്ല. ഇന്നലെ പൊട്ടറ്റോ കറി വെച്ച് കഴിഞ്ഞിട്ടതല്ല. അപ്പം മക്കൾ ചോദിക്കും ഇവിടെ എന്താ പൊട്ടറ്റോയുടെ സമ്മേളനം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ക്യാരറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെച്ചാൽ ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് വേവ്. ശരിക്കും അത് കുക്കറിലൊന്നും വെക്കണം എന്നില്ല. ഞാനൊന്നും വെച്ചതാണ് കുക്കറിൽ. ഗ്യാസ് നമുക്ക് ലാഭിക്കാമല്ലോ. ജീവിതം ലാഭിച്ചില്ലെങ്കിൽ നമ്മളാകെ പൊട്ടിപ്പളീസായി പോവില്ലേ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ട. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ടൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഗ്രീൻ ബീൻസിൻ്റെ ചുവ നമ്മുടെ കറിയിലേക്ക് വരണം കേട്ടോ. അതിനുശേഷം തേങ്ങ, നമ്മൾ അണ്ടിപ്പരിപ്പും വലിയ ജീരകം ഇട്ടിട്ട് അരച്ചത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെന്ത് ചെയ്യണമെന്നറിയാം, തിളയ്ക്കാൻ പാടില്ല, ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കണം എന്നമർത്തി എന്നാൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. ഞാൻ കണ്ടില്ല, ഇളക്കുന്ന കണ്ടില്ല, തിളച്ച് പൊങ്ങാൻ പാടില്ല. അങ്ങനെ തേങ്ങയൊക്കെ പിരിഞ്ഞു പോകും, അതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് പോകും. എന്നിട്ട് നമ്മൾ കരിവേപ്പിലയിട്ട് പിന്നെ മല്ലിയിലയിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം. പുട്ടിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം. എന്ത് ടേസ്റ്റാണെന്ന് ഇനി എന്താണ് മഞ്ജു വാര്യർ കുറച്ച് നെയ്യ് ആഡ് ചെയ്യും കേട്ടോ. ഞാനത് ആഡ് ചെയ്തിട്ടില്ലേ, ഞാൻ നെയ്യ് ആഡ് ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ കുട്ടികൾക്ക് അധികം ഇതുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് കൊണ്ട് നെയ്യ് ആഡ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപാര ടേസ്റ്റാണ്. സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്താൽ കേട്ടോ. നിങ്ങൾ നെയ്യ് ആഡ് ചെയ്തോ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.